ഇദ്ദേഹം ഇപ്പോൾ പിച്ച് ചെയ്യുന്നത് ഈ ഒരു ഐഫോണാണ്. ക്ലിയർ? ഈ ഐഫോൺ പിച്ച് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ശരിക്കും പ്രോബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ട്രെയിനറാണ്. ക്ലിയർ? അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ക്ലിയർ? അപ്പോൾ ഈ മെയിൻ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആഡ് ഓൺ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആസ് എ ട്രെയിനർ ഇവിടെ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന മൈക്ക്, ഇത് ഏറ്റവും കൂടുതലായിട്ട് ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലാർക്കിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ ഈ മൈക്ക് ശരിക്കും നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് റിയലിസ്റ്റിക് ബെനിഫിറ്റ് പിച്ച് എന്ന് പറയും, RBP എന്ന് പറയും, അല്ലെങ്കിൽ ഫ്യൂച്ചർ പേസ് എന്നാണ് പറയുക. അതായത് ഇദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ വെക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്ത് പറയാം, സാർ ട്രെയിനർ ആകുമ്പോൾ ഏകദേശം ഒരു 3 ഫീറ്റ് അല്ലെങ്കിൽ 4 ഫീറ്റ് 5 ഫീറ്റ് മുമ്പേ കൃത്യമായിട്ട് ഒരു നോയ്സും ഇല്ലാതെ സാറിൻ്റെ ശബ്ദം പിടിക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല ഇത് ഏകദേശം 2-3 വർഷം നമുക്ക് ഉപയോഗിച്ചാൽ യാതൊരു കേടോ കാര്യങ്ങളോ വരില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൻ പ്രൊഡക്റ്റിനൂടെ അഡീഷണൽ പ്രൊഡക്റ്റ് നമ്മൾ പിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്യൂച്ചർ പേസ് അല്ലെങ്കിൽ വാട്ട് യു കോൾ RBP എന്ന് പറയും. വാട്ട് ഈസ് ദാറ്റ്? റിയലിസ്റ്റിക് ബെനിഫിറ്റ് പിച്ച് എന്നുള്ള രീതിയിലാണ് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? എഴുതി വെച്ചോളൂ.